എൻ്റെ ദൈവമേ, ഞാൻ ഈ ഒരാഴ്ച വീട്ടിലിരുന്ന് ഇനി എന്തൊക്കെ കാണണമോ, എന്തൊക്കെ ഡിസ്കോയും കാര്യങ്ങളും കാണേണ്ട വരുമോ. ഞാൻ അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. എന്തായാലും അച്ചയുടെ ആ ചണ്ണവയറ് എന്തായാലും കുറയുന്നുമില്ല, അച്ചയ്ക്കോട്ട് കുറയ്ക്കാനും പറ്റുന്നില്ല. കോച്ച് ചവിട്ടിയെങ്കിലും അങ്ങോട്ട് കുറയ്ക്കട്ടെ. കോച്ച് എന്തായാലും അത് മാക്സിമം പൊന്നി ഉപയോഗിക്കുന്നുണ്ട്. ചവിട്ടിയെങ്കിലും ഒന്ന് കുറയ്ക്കട്ടെ. ഇവിടെ രണ്ടും കൂടെ കിടന്ന് ഇനി എന്തൊക്കെ കാണിക്കുമെന്ന് കണ്ടറിയാം. ഇന്നൊരു ഞായറാഴ്ച ആയിക്കൊണ്ട് രണ്ടും കൂടി ഇവിടെ തിരിച്ചു വെക്കലാണ് പരിപാടി. ഏതായാലും വെറുതെ അല്ല, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ തിരിച്ചു വെക്കാൻ പോകുന്നതുകൊണ്ടാണ് താഴത്തെ അമ്മച്ചി തുള്ളിച്ചാടി മേടി വന്നിട്ട് പറയും, നിങ്ങൾ എന്തുവാ ഇവിടെ ഈ കിടന്ന് കാണിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് അമ്മച്ചി നിങ്ങൾ സൗണ്ട് കുറയ്ക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചാടി തുള്ളി വരാറുണ്ട്. പിന്നെ ഇന്ന് വലിയ പ്രശ്നം വരത്തില്ല, കാരണം ഇത് ബെഡിൽ കിടന്നായതുകൊണ്ട് അമ്മച്ചിക്ക് വലിയ കുഴപ്പം വരത്തില്ലായിരിക്കും. ഈ പ്രഹസനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ആ മൂലക്കത്തെ ഒരു സാധനം കാണുന്നത്. അതുകൊണ്ട് ആ മൂലക്കിരിക്കുന്ന ബാസ്ക്കറ്റ് അതിവിടെയാണെന്നുണ്ടെങ്കിൽ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് വെച്ചിരിക്കുന്ന ബാസ്ക്കറ്റായിരുന്നു. ആച്ച കുളിച്ചു മാറിയിട്ട് അത് ആ ബാസ്ക്കറ്റ് തുറന്ന് ബാസ്ക്കറ്റിനകത്ത് ഇടാനുള്ള ക്ഷമ പോലും ഇല്ല. ഞാനത് ഇപ്പോഴാണ് കണ്ടേ. ഞാനങ്ങോട്ട് ചോദിച്ചപ്പോഴോ എങ്ങാണ്ട് ഒരിടത്തും ഇല്ലാത്ത എക്സ്പ്ലനേഷനൊക്കെ എനിക്ക് തരുവാണെങ്കിൽ ചെയ്തത് തെറ്റാന്ന് സമ്മതിക്കില്ല.